ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ടീസ്പൂൺ വിനാഗിരി, വൈറ്റ് വിനാഗിരി തന്നെ ചേർക്കണം കേട്ടോ. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂറോളം നമുക്ക് ഇത് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കണം. നല്ല രീതിയിൽ ആ മസാലയൊക്കെ പിടിക്കണം, എന്നാലാണ് ആ ചിക്കനിൻ്റെ ഒരു രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ആ ഫ്രീസ് ചെയ്യാൻ വെച്ച ചിക്കൻ ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് വറക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ എല്ലായിട്ടും ഒന്ന് വറുത്തെടുക്കാം. ചിക്കൻ വറുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ചിക്കൻ വറുക്കുമ്പോൾ നമ്മൾ അത് നല്ല മുറുക്കാവാനായിട്ട് പാടില്ല, സോഫ്റ്റായിട്ടിരിക്കണം. അതായത് നല്ല സോഫ്റ്റായിട്ടുള്ള ചിക്കനായിട്ടാണ് കേട്ടോ നമുക്ക് എടുക്കേണ്ടത്. ഇതാപ്പോൾ കാണുന്നില്ലേ, ഇതേപോലെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം എല്ലാ ചിക്കനും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഓയിലിലോട്ട് തന്നെ കുറച്ചധികം വേണം കേട്ടോ കറിവേപ്പില ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളക്, ചുവന്ന മുളക് എന്നൊക്കെ പറയില്ലേ, ആ മുളക് കൂടി നമ്മളൊന്നിട്ട് വറുത്തെടുക്കണം കേട്ടോ. അതാണ് കേട്ടോ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അതാ നമ്മൾ കറിവേപ്പില നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ നമ്മൾ നമ്മുടെ വറ്റൽമുളക് ഒരു 10 കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വറുത്തെടുക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതുകൂടി വറുത്തെടുത്ത് നമ്മൾ മാറ്റാണ്. ഇനി നമുക്കുള്ളത് ചെറിയൊരു പ്രോസസ്സ് മാത്രമാണ്. അത് കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം കേട്ടോ നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതാ നമ്മൾ മുളക് കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചട്ടി ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലോട്ട് നേരത്തെ ചിക്കൻ വറുക്കാനായിട്ട് എടുത്ത ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് പോരാകിയായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി എക്സ്ട്രാ നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മളൊരു 2 പിടിയോളം ചുവന്നുള്ളി എടുത്ത് നന്നാക്കി അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ചേർത്താൽ നല്ല രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ ചുവന്നുള്ളി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സവാളയിലും ചേർക്കാം. അപ്പോൾ ഞാൻ 2 പിടി ചുവന്നുള്ളിയും 1 സവാള കേട്ടോ ചേർത്തേക്കുന്നത്. സവാള മീഡിയം സവാളയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഒരു 3 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സവോളയും ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം പച്ചമണമൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ തന്നെയുണ്ടോ ഞാൻ ചേർത്തതെന്ന്. കാരണം അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. പിന്നെ നമ്മളതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മേമ്പൊടിക്കായിട്ട് നമ്മൾ ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പൊടികളിലെ ആ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മൾ
ലോ ഫ്ലെയിമിൽ തന്നെ പൊടികൾ വറക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ആ കുത്തുമുളക് പോണ വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ പൊടിയുള്ള പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്കായിട്ട് ഒരു ഇച്ചിരി വെള്ളം തളിച്ച് കൊടുത്തിട്ട് അതിലോട്ട് നമുക്ക് നമ്മുടെ വറ്റൽമുളക് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വറ്റൽമുളക് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 2 ടീസ്പൂണോളം വറ്റൽമുളക് ചതച്ച് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന കാരണം കൊണ്ടാണ് കേട്ടോ ഫസ്റ്റ് ഇടാഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി മിക്സ് ചെയ്ത ഇതിലോട്ട് നമ്മൾ ഒരു 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് ചൂടുവെള്ളമാട്ടോ ഒഴിക്കേണ്ടത്. അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുവന്നുള്ളിയൊക്കെ എടുത്തതിനേക്കാളും കുറച്ചുകൂടി ക്വാണ്ടിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേവി കുറച്ചുകൂടി കൂടുതൽ കിട്ടും. ഞാനപ്പോൾ ഇവിടെ ഗ്രേവി അങ്ങനെ അധികമായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ, അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കട്ടെ. അത്രയും നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ടതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലോട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ആ ചിക്കനിൽ പിടിക്കാവുന്ന രീതിയിൽ നമ്മളൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കനിൽ നല്ല രീതിയിൽ ആ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്തിളക്കണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിളക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി റെസിപ്പീസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ.